നിർണായകമായ വാർത്ത വരുന്ന മണിക്കൂർ. പഹൽഗാമിലെ 26 ജീവനുകൾക്ക് മറുപടിയായി തിരിച്ചടിച്ച് ഇന്ത്യ എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലും ഒപ്പം പാകിസ്ഥാനിലേക്കും കടന്ന ഇന്ത്യയുടെ സൈനിക ഓപ്പറേഷൻ എന്ന വിവരം സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യൻ സേന. 9 ഇടങ്ങളിലായി പാക് ഭീകരരുടെ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും കഴിഞ്ഞ 22-ാം തീയതി മുതൽ ഇങ്ങോട്ടേക്ക് ഓരോ ഇന്ത്യക്കാരനും കാത്തിരുന്ന വാർത്തയാണ്. നിമിഷമാണിത്. എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ മറുപടി എന്ന ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയോടെ ഇരുന്ന പാകിസ്ഥാന് മുന്നിൽ മറുപടിയായി എത്തിയിരിക്കുന്നു. പാക് ഭീകര കേന്ദ്രങ്ങളെ സെലക്റ്റീവായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ആക്രമണം പഹൽഗാമിൽ പൊലിഞ്ഞ 26 ജീവനുകൾക്ക് മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യൻ സൈന്യം. ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഈ ദിവസവും അത്രയും എങ്ങനെയാണ് തിരിച്ചടി, എവിടെയാണ് മറുപടി എന്ന് പാകിസ്ഥാൻ ആശങ്കയോടെ കാത്തിരുന്നതാണ്, ഇന്ത്യക്കാരർ ആകാംക്ഷയോടെ ഇരുന്നതാണ്. അതിനുള്ള മറുപടിയായിരിക്കുന്നു, ഉത്തരമായിരിക്കുന്നു അല്ലേ? പുലർച്ചയ്ക്ക് ഇപ്പോൾ 1:44 ഇപ്പോൾ PIB ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പെഹൽഗാമിൽ പൊലിഞ്ഞ ജീവന് മറുപടി ചോദിച്ചുകൊണ്ട് ഇന്ത്യൻ സേന പാകിസ്ഥാൻ, അതായത് പാക് അധീന കശ്മീരിലേക്ക് കടന്നു കയറി 9 ഇടങ്ങളിൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നു. ഒരു പ്രിസിഷൻ അറ്റാക്ക്, അതായത് കൃത്യമായ ടാർഗറ്റ്, ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ തകർത്തു. അവിടെയുള്ള ഭീകരരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ അടിസ്ഥാന സൗകര്യം, അവരുടെ ഭീകര താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. രാത്രിയാണ് ഈ ഓപ്പറേഷൻ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 9 ഇടങ്ങളിൽ ആക്രമണം നടന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ ഏതെങ്കിലും സൈനിക താവളങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഏതെങ്കിലും സൈന്യത്തിനെ ഈ അറ്റാക്കിൽ നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നില്ല. കൃത്യമായും ഭീകരരുടെ ഒളിത്താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. അത് പൂർത്തീകരിച്ചു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നോ പാകിസ്ഥാനി മിലിറ്ററി ഫെസിലിറ്റീസ് ഹാവ് ബീൻ ടാർഗറ്റഡ് എന്ന് ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ സേനയുടെ കരുത്ത്, ഒരിക്കൽ കൂടി ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഈ സമയം ഇന്ത്യയിൽ നിന്നൊരു ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതാണ്. അതിനെ ചെറുക്കാൻ അവരുടെ ഭാഗത്ത് നിന്ന് അവരാൽ കഴിയുന്ന പലതും അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അതിർത്തി മേഖലകളിൽ കൂടുതൽ സേനയെ എത്തിച്ച് അവർ പല പ്രതിരോധത്തിനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നാണ് ഒരു പ്രിസിഷൻ അറ്റാക്ക്, കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തി അത് പൂർത്തീകരിച്ച് ഇന്ത്യൻ സേന മടങ്ങിയെത്തി എന്നതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഏതായാലും പെഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് അതിനുള്ള മറുപടി ഇന്ത്യൻ സേന ഈ തരത്തിൽ ഈ സൈനിക നടപടിയിലൂടെ ഭീകരരുടെ താവളങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സേന അതിനൊരു മറുപടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. ഏതായാലും ഇതിനോട് പാകിസ്ഥാന്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ധൂർ അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസമാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ സൈന്യം പറയുന്നത്. പഹൽഗാമിൽ പൊലിഞ്ഞ ജീവന് ഇന്ത്യൻ സേന കണക്ക് ചോദിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ സംരക്ഷണയിൽ, പാകിസ്ഥാന്റെ മണ്ണിൽ ഉണ്ടായിരുന്ന ഭീകര താവളങ്ങളിലാണ് ഇന്ത്യൻ സേന കനത്ത ആക്രമണം നടത്തുകയും അവരുടെ ഒളിത്താവളങ്ങൾ, അവർക്ക് അവിടെ ഉണ്ടായിരുന്ന അവരുടെ സൗകര്യങ്ങൾ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ സേന ഇപ്പോൾ അവിടെ കടന്നു ചെന്ന് നശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ നടപ്പായിരിക്കുന്നു. രാത്രി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ പാകിസ്ഥാനിൽ, അവരുടെ മണ്ണിൽ അവർ സംരക്ഷിച്ചു നിർത്തിയ ഭീകരരുടെ മേൽ ഇന്ത്യൻ സേന ആക്രമണം നടത്തിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഭീകരരുടെ മരണവും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ദിവസത്തിൽ പിന്നീട് ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നതാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ബ്രീഫിംഗ്, ഒരു വാർത്താ സമ്മേളനം ഈ ദിവസം പിന്നീട് ഉണ്ടാകും എന്നത് ഇപ്പോൾ സേന പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം ഈ രാത്രി നിർണായകമായ ഒരു നീക്കം നമ്മുടെ സേന നടത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ മോക്ക് ഡ്രിൽ അടക്കമുള്ള അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങൾ എങ്ങനെ പെരുമാറണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള മോക്ക് ഡ്രിൽ അടക്കം നടക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യം. രാജസ്ഥാനിൽ ഈ പാകിസ്ഥാന്റെ അതിർത്തി മേഖലയിൽ ഇന്ത്യൻ വ്യോമസേന ഒരു ശക്തി പ്രകടനം, അഭ്യാസ പ്രകടനം നടത്താൻ വേണ്ടി പോകുന്ന സമയം ഇന്ന് വൈകിട്ട് മുതൽ ഈ മേഖലകളിൽ നോ ഫ്ലൈ സോൺ ഇതിനോടകം തന്നെ വ്യോമസേന പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ ഇന്ത്യ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി നിൽക്കുന്ന ഒരു സമയത്താണ്
പെട്ടെന്ന് രാത്രി ഈ തരത്തിലൊരു ആക്രമണം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. നമുക്ക് അഭിമാനിക്കാം. കാരണം പാകിസ്ഥാൻ ഇത്രയേറെ തയ്യാറെടുപ്പുകൾ നടത്തി നിൽക്കുന്ന സമയത്ത് ആ മേഖലയിലേക്ക് കടന്നു കയറാൻ, പാകിസ്ഥാന്റെ മണ്ണിലേക്ക്, പാക് അധീന കശ്മീരിലേക്ക് കയറി ചെല്ലാൻ, അവരുടെ സൈന്യത്തിന് മുകളിലൂടെ പറന്നു ചെല്ലാൻ, അവിടെ ആക്രമണം നടത്താൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞെങ്കിൽ അത് ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ആ ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു പേര് കൂടി നൽകിയിരിക്കുന്നു. ഗൂഗിൾ ശ്രീനാഥ്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം മിസൈൽ ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്നാണ്. അങ്ങനെയെങ്കിൽ ആ അതിർത്തിയിലേക്ക് വിമാനമാർഗമോ അല്ലെങ്കിൽ ഇന്ത്യൻ പോർ വിമാനങ്ങളൊന്നും അയക്കാതെ തന്നെ മിസൈൽ ഉപയോഗിച്ച് തന്നെ വിദൂരമായി നിയന്ത്രിച്ചൊരു ആക്രമണമെന്ന് കരുതേണ്ടി വരും. അത്തരം വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. ഏതൊക്കെ ഇടങ്ങളിൽ കൃത്യമായി ഈ ഭീരുക്കളായ ഭീകരരുടെ കേന്ദ്രങ്ങളെ അടിച്ചു തകർത്തു, എവിടെയൊക്കെ അവരെ അഗ്നിക്കിരയാക്കി ചാമ്പലാക്കി എന്നത് ഇനി ഒരു വിശദമായ വാർത്താ സമ്മേളനത്തിലായിരിക്കും പുറത്തു വരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ വലിയ നിർണായകമായ കൂടിക്കാഴ്ചകൾ 12 മണിക്കൂറിനകത്ത് 2 തവണ അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കാണുന്നു. അങ്ങനെ നിർണായകമായ കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇനിയുള്ള നമ്മുടെ മോക്ക് ഡ്രിൽ അടക്കം ഈ തിരിച്ചടി ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചു. അതിനു മുമ്പേ സൈന്യം അത് നടപ്പിലാക്കിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസിന്റെ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയാണ് ഇപ്പോൾ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുന്നു എന്നുള്ള ഒരു പ്രതികരണം നടത്തിയത്. ഈ ആക്രമണത്തെ അവർ അപലപിക്കുകയാണ് സ്വാഭാവികയും. കോട്ട്ലി, ബാൽവാർപൂർ, മുസാഫർബാദ് എന്നീ സ്ഥലങ്ങളിൽ ഈ തരത്തിൽ ഇന്ത്യ മിലിറ്ററി അറ്റാക്ക് നടത്തിയിരിക്കുന്നു, ഒരു മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതാണ് അവരുടെ ISPR ഡയറക്ടർ ജനറൽ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇന്ത്യൻ ആർമിയുടെ ഒരു വിവരം കൂടി പുതിയ ഒരു വാർത്താക്കുറിപ്പിലും വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് പാകിസ്ഥാൻ വീണ്ടും ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്നതാണ്. സാധാരണ രാവിലെ നമ്മൾ ഇത്തരം വാർത്താക്കുറിപ്പ് കാണുന്നുണ്ട്. ഏതായാലും ഈ സമയം ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സേന നൽകുകയാണ്. ഭീംബർ ഗലി, അതായത് പൂഞ്ച് രജൌരി മേഖലയിലുള്ള ഭീംബർ ഗലിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു, ഇന്ത്യൻ സേനയ്ക്ക് നേരെ വെടിയുതിർത്തിരിക്കുന്നു എന്നതാണ് ഇന്ത്യ പറയുന്നത്. അതിന് തക്കതായ മറുപടി ഇന്ത്യൻ സേന കൊടുക്കുന്നുണ്ട് എന്നതാണ് ആർമിയുടെ ഈ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അതിർത്തിയിൽ ഇപ്പോൾ സാഹചര്യം വളരെ വളരെ സംഘർഷഭരിതമായി മാറിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഈ ആക്രമണത്തിന്റെ ചില ഫോട്ടോകളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് താഴെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകൾ കൂടി നൽകിയിട്ടുണ്ട്. ഒരു വലിയ സ്ഫോടനത്തിന്റെ ഫോട്ടോകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ പറയുന്ന വാക്കുകൾ കടമെടുത്താൽ പോലും വലിയൊരു ആക്രമണം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഒരു ട്വീറ്റ് കാണുന്നു. ജസ്റ്റിസ് ഈസ് സെർവ്ഡ്, അതായത് നീതി നടപ്പായിരിക്കുന്നു, ജയ് ഹിന്ദ് എന്നതാണ് ആർമിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നീതി നടപ്പായിരിക്കുന്നു എന്നതാണ് ഇന്ത്യൻ സേന നമ്മുടെ ജനങ്ങളോട് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഭീകരർക്ക് അവർ ഒളിച്ചിരിക്കുന്ന ഇടത്ത് ചെന്ന് മറുപടി കൊടുക്കാൻ, അവരുടെ ഒളിത്താവളങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു നേട്ടം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. കാരണം പാകിസ്ഥാനും ആ തരത്തിൽ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത്, അത്രയധികം സൈനികരെ വിന്യസിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു ഓപ്പറേഷൻ വളരെ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമാണ്.